അതായത് നിങ്ങളിപ്പം പ്രിൻസിപ്പ് കേസിനെ നോക്കുക. അവൻ ഓരോ ദിവസം കഴിയുന്നോറും തന്തയ്ക്ക് വിളിയും തെറിവിളികൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ ഇട്ടിരിക്കുന്ന ഒരു ബന്ധക്കോസുകാരൻ പ്രിൻസിപ്പ് ഇട്ടിരുന്ന കമന്റ് ഞാൻ വായിക്കാം. പ്രിൻസിപ്പ് പി എസ് അജു ജോണിൽ എന്ന ബ്ലോക്ക് ചെയ്ത നിന്റെ ഫ്രോക്ക് പ്രൊഫൈൽ നീ എന്തേലും ആരാണ് മൈൻഡ്, നീ നിന്റെ പുതിയ പപ്പ തീട്ടാപ്പിക്ക് മറുപടി കൊടുക്കുക. അപ്പം ഇവൻ ഇത് വായെടുത്താൽ ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയുള്ളൂ. അപ്പൊ നിങ്ങളുടെ വാക്കുകൾ, ഇപ്പൊ എന്റെ വാക്കുകൾ പോലും പൂർണ്ണമായും ക്രിസ്തീയമാണ് എന്ന് പറയാൻ പറ്റില്ല. ബൈബിളിൽ പറയുന്നത് എന്താണ്? നിങ്ങളുടെ വാക്കുകൾ അതെ അല്ലെങ്കിൽ അല്ല, അതിനപ്പുറത്തേക്ക് പോകുന്നതെല്ലാം തിന്മയിൽ നിന്ന് വരുന്നതാണ് വചനം പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ വാക്കുകൾ കുറെയൊക്കെ മാനുഷികതയിൽ വളരെ തെറ്റാണെന്ന് വേണേൽ പറയാൻ പറ്റും. പക്ഷെ ഈ പ്രിൻസിപ്പ് പി എസിന്റെയും ഈ ടീമുകളുടെയൊക്കെ വാക്കുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇവർക്ക് ഇപ്പം മറ്റുള്ളവരെ അപമാനിക്കാനായിട്ട് കുരങ്ങായും പട്ടിയായും വിചിത്ര ജീവികളായും ഡി പി ഇട്ട് നടക്കുന്നതിന് ഇവർക്ക് ഒരു മനസാക്ഷി കുത്തൂല്ല. ഇവര് മറ്റുള്ളവരെ കുറിച്ച് നുണ പറയുന്നതിന് ഇവർക്ക് ഒരു മനസാക്ഷി കുത്തൂല്ല. ഇപ്പൊ ഇന്നലെ സാജു വി തോമസ് പറഞ്ഞ പാസ്റ്റർ എന്താ പറഞ്ഞത്? ഭൂരിപക്ഷം പോപ്പുമാരും മുഖ്യ പോപ്പുമാരും സ്വർഗഭോഗികളും പീഡിപ്പിക്കുന്നവരും വ്യഭിചാരന്മാരുമാണെന്നാണ് പറഞ്ഞത്. അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇന്ന് ചുമ്മാ അങ്ങ് തട്ടിവിടുവാണ്. തെളിവ് ചോദിച്ചാൽ തെളിവൊന്നുമില്ല, ചരിത്രപരമായി അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പം ഞാനന്നേരം അവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാനിങ്ങനെ ചുമ്മാ അങ്ങ് പറയണം സാജുവിന്റെ ഭാര്യയും മക്കളും എല്ലാം വേശ്യാവൃത്തി ചെയ്താ ജീവിക്കുന്നത് എന്നങ്ങ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് തട്ടത്, അത് കണ്ടവരുണ്ട്, ദുസ്സാക്ഷികളുണ്ട് എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞത് സത്യമല്ല, പക്ഷെ ചുമ്മാ അങ്ങോട്ട് ഇന്ന് പറഞ്ഞ പോലെയാണ്. മിക്ക പോപ്പുമാരും വ്യഭിചാരികളും പെണ്ണുകുടിയന്മാരും സ്വർഗഭോഗികളും ഒക്കെ ആണെന്ന് അങ്ങ് കർദിനാൾമാർക്ക് അടിച്ചു വിടുവാണ്. അപ്പം ഇങ്ങനെ പറയുന്ന ഒരുവനെ ദൈവം അത് ഇപ്പം പ്രിൻസിപ്പ് പി എസ് യുക്തിവാദികളെ കുറിച്ച് പറഞ്ഞു. യുക്തിവാദികൾ മുഴുവൻ മാതൃഭോഗികളാണ്. ദൈവം ഇങ്ങനെ പറയുന്നതോട് ക്ഷമിക്കുമോ? കാരണം ഒരു സമൂഹത്തെ, ഒരു വ്യക്തിയെയോ നമുക്ക് സത്യസന്ധത ഇല്ലാതെ വിമർശിക്കാനുള്ള റൈറ്റ് ഇല്ല. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തില് മരിക്കുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഒരു വ്യക്തിയുടെ മരണമൊഴി അല്ലെങ്കിൽ മരണസമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രാർത്ഥന എന്നാണ് കരുതപ്പെടുന്നത്. യേശു പിതാവേ, ഇവർ സത്യത്തിൽ വളരുന്നതിന് വേണ്ടി എന്നെ തന്നെ ഞാൻ സത്യത്തിൽ വിശദീകരിക്കുന്ന പറഞ്ഞു. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സത്യസന്ധനായിരിക്കുക എന്നുള്ളതാണ്. സത്യം കൊണ്ട് അരമുറുക്കുക. നമുക്ക് ഒരാളെ നമ്മൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തമ മനസാക്ഷിയിൽ അയാൾ നമ്മളുടെ വിമർശനം സത്യസന്ധമായിരിക്കണം എന്ന് ഉറപ്പുവരുത്തി നമുക്ക് വിമർശിക്കാൻ പാടുള്ളൂ. ഒരു മാതൃഭോഗി ആണ് എന്ന് എനിക്ക് 100% എന്റെ കണ്ണുകൊണ്ട് ബോധ്യം വന്നിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് അങ്ങനെ വിളിക്കാം. അല്ലാത്ത ഒരാൾ എനിക്ക് വിളിക്കാൻ റൈറ്റ് ഇല്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തിന് വിരുദ്ധമായിട്ട്. അപ്പൊ ഇപ്പൊ ഒരാളെ നമുക്ക് അപ്പനില്ലാത്തെന്ന് വിളിക്കാൻ റൈറ്റ് ഉണ്ടോ? ലോകത്തിലൊരു മനുഷ്യനെ നമ്മൾ തന്തയില്ലാത്തെന്ന് വിളിക്കാനുള്ള റൈറ്റ് ഇല്ല. കാരണം എന്താണ്? പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ തന്തയില്ലാത്ത ഒരൊറ്റ മനുഷ്യനെ ഈ ലോകത്തുള്ളൂ, യേശുക്രിസ്തു. യേശുക്രിസ്തുവിന് പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ചാണ്. ബാക്കി എല്ലാവരും ഏത് അപ്പൻ ആരാണെന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരപ്പനുള്ളവനാണ്. അപ്പൊ നമ്മൾ ഒരാൾ തന്തയില്ലാത്തെന്ന് വിളിച്ച് വളരെ വ്യക്തമായ പാപമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇമാര് വായെടുത്താൽ ഇത് തന്നെ പറയുള്ളൂ. ഞാൻ താഴോട്ട് പോവാണ്. ഇവനെന്തൊക്കെയോ മണ്ടത്തനം വിളിച്ചു പറയാ. ഓക്കെ, അപ്പം മെട്രിക്സിന് കൊള്ളുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ അതൊരു നുണയായി തീരും. എങ്ങനെ? തന്തയില്ലാത്തവനും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഒരു കള്ളനെ നമുക്ക് കള്ളെന്ന് വിളിക്കാം, നുണയെന്ന് വിളിക്കാം, നുണ പറയുന്നവനാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെയുള്ളൊരു സത്യസന്ധമായ സമീപനം ഒരു ക്രിസ്ത്യാനികൾ സ്വീകരിക്കണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ അപ്പൻ ദൈവമാണെന്ന് നമ്മൾ പറയും. അല്ലാതെ യേശുക്രിസ്തുവിന് ഭൂമിയിലുള്ള ഒരു മനുഷ്യരുമായ ഇല്ല, പരിശുദ്ധാത്മാവിലാണ് ഗർഭധരിക്കുന്നത്. അപ്പം ഈ ഒരു റിയാലിറ്റിയെ നമ്മള് തിരിച്ചറിയാം. അപ്പൊ ഇമാര് വായെടുത്താൽ ഇത് മാത്രമേ പറയുള്ളൂ. ഇമാർ രക്ഷപ്പെടുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? അപ്പം ഇതൊക്കെ വളരെ സിമ്പിൾ ആയ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്ത് തരം കമ്പാരിസൺ ഒക്കെയാണ് ഈ നടത്തണേന്ന് ചോദിച്ചാണ് പറയുന്നത്. ഏതാണ് കമ്പാരിസൺ? പറഞ്ഞൂടെ? എങ്ങനെ? കേൾവിക്കാരെ നിങ്ങളെ പോലെയല്ല, കേൾക്കുന്നവരും
അല്പം കേൾവിക്കാരെ മുമ്പുള്ള നിങ്ങൾ നിങ്ങൾ ഞാനെന്താ യേശുക്രിസ്തുവിന്റെ അതിനകത്ത് എന്താ കമ്പാരിസൺ തെറ്റ് പറഞ്ഞത്? നടത്താൻ ചോദിച്ചാണ്. ഈ ലോകത്ത് ജനിച്ചു വീണതിൽ ഒരു മനുഷ്യൻ മാത്രമേ പുരുഷ ഭക്ഷണം ഏൽക്കാതെ ജനിച്ചിട്ടുള്ളൂ. അത് അങ്ങനെ പറയും, ആരാണ്? അങ്ങനെ പറഞ്ഞോ. അതിനപ്പുറം വേറെ എന്തിനാ വേറെ പദങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്? കേൾവിക്കാരൻ ഞാൻ എന്ത് പറയാൻ ഉപയോഗിക്കുന്നത് താങ്കൾ എന്നെ വായിച്ചറിഞ്ഞ് പഠിപ്പിക്കണ്ട. കേൾക്കണവരല്ല. താങ്കൾക്ക് ഇഷ്ടമില്ലെങ്കിൽ താങ്കൾ കേൾക്കണ്ട, അത്രേ ഉള്ളൂ. അത് ഇങ്ങനെയുള്ള ഒരു ഇതിൽ വന്നിരുന്ന് പറയണേ. നിങ്ങൾ അത് ഗ്രൂപ്പിൽ അത് വന്ന് ആ ആ പറയണത് കൃത്യമായ കാര്യമില്ലല്ലോ. മെസ്സേജ് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഒരാളെ തന്തയില്ലാത്തവെന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നീ മീൻ ചെയ്യുന്നത് യേശുക്രിസ്തുവിനെ ആണെന്നുള്ള ബോധ്യം കൊടുക്കാൻ വേണ്ടി ഒരു പറഞ്ഞാണ്. അതായത് ഒരവസരം കിട്ടിയ അവിടെ കുറെ തെറ്റും പഠിപ്പിക്കും, കുറച്ച് ശരികളും പഠിപ്പിക്കും. അത് തന്നെ എന്ത് ഉള്ളൂ. തെറ്റാണ്? നീ എന്നെ ഉപദേശിക്കാൻ പറ്റ. പോവില്ല. ഞാനൊരു തെറ്റും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ ബോധ്യങ്ങളുണ്ട്. അല്ലാതെ ഏഹ്, എന്നെ അളക്കാനായിട്ട് നീ വരണ്ട. നിന്റെ ശരി, നീ വേണമെങ്കിൽ അവിടെ ഇരുന്ന് ടിസം പഠിപ്പിക്കുന്ന ഈ തെറ്റാന്ന് പറഞ്ഞു, അതിനെനിക്ക് ഒരു പരാതിയില്ല. പക്ഷെ എന്നെ വേറൊരു ഉപദേശിക്കാൻ വചനമുണ്ട്, പറ്റണ്ട. സംസാരം ഓക്കെ. ഏറുമ്പേ തെറ്റ് വരും എന്നുള്ളൊരു വചനം കൂടി ഉണ്ട്. അതൊന്ന് അതെനിക്കറിയാം. മനസ്സിലാക്കി പറ. അതറിയാം. കുറെ സംസാരത്തിൽ തെറ്റ് ഇംഗ്ലീഷ് വരുമ്പോൾ കൊള്ളന്നുള്ളൊരു അത് നീയല്ല പറഞ്ഞാൽ തീരുമാനിക്കുന്നത്. എന്റെ എന്തിനാണ് സംസാരത്തിൽ ഇത്ര തെറ്റ് ഇരുന്ന് വരുമോ ഇല്ലയോ എന്ന് ഉണ്ടാക്കുന്നത്? നീയല്ല തീരുമാനിക്കേണ്ടത്. അത് ഇത് ദൈവവും എന്റെ പറഞ്ഞതാണ് ഇപ്പൊ മനസാക്ഷിയും പറഞ്ഞത്. തീരുമാനിച്ചു. ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ തെറ്റല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ഞാൻ ഒരു തെറ്റും സംസാരിക്കരുതല്ലോ. പറഞ്ഞില്ല. യേശു ക്രിസ്തു ആ, ആ, അപ്പനില്ലാത്ത ആളാണ്. യേശു ക്രിസ്തുവിന്റെ അപ്പൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അത് മാനുഷികമായ തലത്തിലുള്ള ഒന്നല്ല. അത് ദൈവത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ആ, യേശു ക്രിസ്തു സ്വയം ഭൂജാതനായി തീരുമായിരുന്നത്. അല്ലാതെ യേശു ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്, ഹയഹോവ തന്നെയാണ്. അപ്പൊ ദൈവം സ്വയം മനുഷ്യനായി ഭൂമിയിൽ വന്ന് പരിശുദ്ധ കന്യാമൃത ശരീരം സ്വീകരിക്കുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഭൂമിയിൽ അവിടെ ഏതെങ്കിലും ഒരു ഒന്ന് മനുഷ്യൻ ശ്രദ്ധിക്കുക. മറ്റൊരു മനുഷ്യനെ അവിടെ തന്തയില്ലാത്തതെന്ന് വിളിച്ചാൽ ഈ യഥാർത്ഥത്തിൽ ആ കിളന്ന് മനുഷ്യനെ അല്ല ഊന്നലുകൾ വിളിക്കുന്നത്, വിളിച്ചു പറയാൻ അവർ നിൽക്കില്ല യേശു പ്ലീസ്. ക്രിസ്തുവിനെയാണ് വിളിക്കുന്നത്. അത് തർക്കിക്കാൻ നേരമില്ല, വർക്കിലാണ്. എന്നാ മിണ്ടാ അവിടെ ഇരിക്കും. അല്ല, അത്രേ ഇയാളെ ഉള്ളൂ. ഈ അപ്പൊ തോന്നിയാസം ക്രിസ്ത്യാനികൾ പറയാണ്ട് ഇത് അനുവദിക്കാൻ യേശു പോകണം. തിരിച്ചറിയണം. ക്രിസ്തു അപ്പൊ തന്നെയാണ് പ്ലീസ് പ്ലീസ്. പരിശുദ്ധാത്മാവെന്നോ? ജേജി ഇതുവല്ലതും കേൾക്കുന്നുണ്ട്? ഒന്ന് പോണ യേശു ക്രിസ്തു നാളില്ലാത്തവരെ. തന്നെയാണ് പരിശുദ്ധാത്മാവ്, തന്തയില്ലാത്ത ആ ആളാണ് യേശു ക്രിസ്തു എന്നൊക്കെ പറയുന്നത്. ഇവനെന്ത് ആ, പ്രാന്താണോ? നിങ്ങൾ അത് ക്ലിപ്പ് എടുത്ത് കോളറക്കി, ഒരു കുഴപ്പമില്ല. യേശു ക്രിസ്തു അല്ലേ പരിശുദ്ധാത്മാവ്? കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു തന്നെയാണ് യഹോവ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ്. അപ്പൊ ട്രിനിറ്റിയിൽ ത്രിയേകത്തിൽ ഉസിയ എന്ന സത്താപരമായി ഒറ്റ ദൈവമേ ഉള്ളൂ. ഏഹ് അപ്പോ അതിനെ സത്തയുടെ കണ്ണിലൂടെ കാണുമ്പോൾ യഹോവ തന്നെയാണ് യേശു ക്രിസ്തു, യഹോവ തന്നെയാണ് പരിശുദ്ധാത്മാവ്, യഹോവ തന്നെയാണ് പിതാവായ ദൈവം. അപ്പൊ യഥാർത്ഥ ട്രിനിറ്റി എന്താണെന്ന് അറിയത്തില്ലാത്ത മെട്രിക്സ് നീ ഈ അറിയില്ലാത്തത് വായ്പഴം പറയാൻ പറ്റരുത്. ഓക്കെ. ഇവിടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? മോഡേഴ്സ് നീ ആരെങ്കിലും ഉണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്തു. നിനക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഈ ഓഡിയൻസിനോട് നിനക്ക് പറയാനുള്ള എല്ലാം അങ്ങ് പറഞ്ഞു. ഞാൻ ഇനി ടിസൺ ടിസൺ അതിനുശേഷം ഞാൻ ഈ മറുപടി പറഞ്ഞു. ഈ ഈ യാഹുവേ യേശു ക്രിസ്തുവാണ് മോഡറേറ്റർമാർ ദൈവം, ചത്തുപോയ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പറയുന്നത് ശരിയാണ്. യേശു ക്രിസ്തു ആണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ഹെറസിയ, മണ്ടത്തനോ? ദാറ്റ് ഇസ് ബിക്കോസ് ഇൻ യുവർ മൈൻഡ് നീ യു ആർ എന്നെ ഗെറ്റിംഗ് ഹെരസി കൺഫ്യൂസ്ഡ്. പഠിപ്പിച്ചത് കത്തോലിക്ക സഭയുടെ CCCയില് ട്രിനിറ്റിയെ കുറിച്ചുള്ള എഴുതി വച്ചിരിക്കുന്ന ആദ്യത്തെ ഖണ്ഡികയിൽ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഉം. അതിന് രണ്ടാമത്തെ ഖണ്ഡികയിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരേപോലെ നമ്മൾ മനസ്സിലാക്കണം. ഈ അപ്പം നിനക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ നീ അഭിപ്രായം പറയാതിരിക്കുക. വേറെ ഞാൻ അത് CCC വേണേ വായിച്ചു കേൾപ്പിക്കാം, കേൾക്കണം. അറിയാവുന്നതല്ലേ അത് മണ്ടത്തനം എന്ന് പറഞ്ഞത്? അത് മോഡലിസം എന്ന് നിനക്കൊരു പറയുന്നത് പുല്ലും അറിയത്തില്ല. നിനക്ക് കത്തോലിക്ക സഭ, നിനക്ക് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നീ ഇന്ന് അപ്പസ്തോലിക ചർച്ച ഉപേക്ഷിച്ച് ആ, അപ്പസ്തോലിക ചർച്ചയിലേക്ക് വന്നേ. ഇത്രയും കേട്ടിട്ടും നിന്റെ തലക്കകത്തേക്ക് ഒന്നും കയറുന്നില്ല. ടീസൺ നീ ഇങ്ങനെ ഇപ്പോഴും പെന്തക്കോസ് അനുഭവം എന്ന് യേശു പറഞ്ഞിരിക്കുക. ക്രിസ്തുവിനെ തന്തയില്ലാന്നൊക്കെ വിളിക്കുവാണെങ്കിൽ അത് ഹെറസി അല്ലേ ടീസൺ? യേശു ക്രിസ്തുവിനാണോ നീ ഒന്ന് തന്ത ആരാ, യേശു ക്രിസ്തുവിന്റെ തന്ത ആരാന്നൊന്ന് നീ പറഞ്ഞു, അപ്പൻ ആരാന്നൊന്ന് പറഞ്ഞു പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രി അപ്പൻ തന്നെ ആരാ? യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ. യേശു ക്രിസ്തുവിന്റെ അത് ദൈവത്തെ പിതാവെന്ന് അല്ല, നീ നമ്മൾ കാണണം. മണ്ടത്തനം പറയുമ്പോ ഭൂമിയിലായിരിക്കുമ്പോൾ ഓരോ മനുഷ്യന്റെയും തെറ്റാണെന്ന് പിതാവ്. ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാവണം. അല്ലെങ്കിൽ അത് ഒരു സത്യം കുറ്റബോധമില്ല. പറഞ്ഞാൽ നീ കൂടുതൽ വർത്തമാനം പരിശുദ്ധാത്മാവ് പറയാം. നീ നിന്റെ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നിനക്ക് വിവരമില്ലെങ്കിൽ നീ പെന്തക്കോസുകാരനെ ക്രിസ്തുവിന്റെ റൂമിൽ പോയിരിക്കുക. ഏഹ് യേശു ക്രിസ്തു തന്നെയാണ് പിതാവ്. നിനക്ക് ഇനി അതിന്റെ യേശു ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്. ആ CC ഞാനിപ്പം വായിച്ചു കേൾപ്പിക്കാം. അപ്പം പിന്നെ പ്രശ്നം തീർന്നത്. അത് വൺ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഹോളി ട്രിനിറ്റിയിൽ ത്രിയേകത്വം എന്ന് പറയുമ്പോൾ ഉസിയ എന്ന രീതിയിൽ എടുക്കുമ്പോഴാണ് ഇപ്പൊ ആശാന്റിനെ അതിൽ എന്ത് ചെയ്യുന്നത്.
ഇവനെ പോലെയുള്ളവനോടൊക്കെ ഇതേ കൊണ്ട് വച്ചേ ഒരു വിവരവും അല്ല ഇല്ലാതെ ഇത് നീ അതാ ഈ കണ്ടതായിട്ടൊക്കെ ഇപ്പോഴും മ്യൂട്ട് ഈ ചെയ്യണം. ചേച്ചി ഇത് കേൾക്കുന്നുണ്ടോ? ഉം, ഈ മണ്ടം പറയുന്ന വല്ല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. മണ്ടൻ നിന്റെ പെന്തക്കോസും നീയും ആ മണ്ടൻ തിരുമണ്ടൻ. നീ എന്നെ മണ്ടൻ എന്ന് വിളിക്കാൻ നീ ഒരു 15 ജന്മം ജനിക്കണം. കാരണം നിന്റെ അത്രയും വലിയൊരു മണ്ടൻ ഇത്രയും അപ്പൊ ഈ റൂമിലിരുന്ന് പെന്തക്കോസുകാരനെന്ന് പറഞ്ഞ് കത്തോലിക്കർ റൂമിലിരുന്ന് ഈ കത്തോലിക്കർ പറയുന്ന ആൾക്ക് മുഴുവൻ കേട്ട് നാണമില്ലാതെ ഇരിക്കുന്ന നീയാണ് ഏറ്റവും വലിയ മണ്ടൻ. യേശു എടാ, ക്രിസ്തു നീ തന്നെയാണ് പിതാവ്. ഒന്നെങ്കിൽ പെന്തക്കോസുകാരനാണെങ്കിൽ അതല്ല നീ യേശു, എന്ത് ചെയ്യണം? ഇവനെന്താ പെന്തക്കോസുകാരന്റെ കൂട്ടത്തിൽ പച്ചയുണ്ട്? പോയി. അല്ലാതെ ഇവൻ കത്തോലിക്കർ കോട്ടൊക്കെ കൊണ്ടുവച്ചിട്ട് റൂമിലിരുന്ന് ഈ കത്തോലിക്കർ മണ്ടത്തരം പറയാം. പറയുന്നത് മുഴുവൻ കേട്ടിട്ട് ഈ പെന്തക്കോസ്ത് നാണമില്ലാതെ ഇരിക്കാൻ നിനക്ക് നാണോ മാനോ ഇല്ലാത്ത ഒരുത്തരാണ്. പ്രവഹിക്കുന്നു. ഇനി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ അതിനെ ഇനി ഒന്ന് കുറച്ചു നേരം ഉണ്ടായിരിക്കും. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ട്രിനിറ്റിയെ കുറിച്ച് കത്തോലിക്ക സഭ പറയുന്നത്? 253 പരിശുദ്ധ പരിശുദ്ധത്തെ സംബന്ധിച്ച വിശ്വാസ സത്യം ഇതാണ്. ത്രിത്വം ഏകമാവുന്നു. നമ്മൾ വിശ്വസിക്കുന്ന 3 ദൈവങ്ങളല്ല, 3 വ്യക്തികളായ ഏക ദൈവത്തിൽ ഏക സത്യതയോടെ ത്രിത്വമാണ്. 3 വ്യതിരിക്ത വ്യക്തികളോട് കൂടിയ ഒരു ദൈവിക സത്യയെ വിഭജിച്ചെടുക്കുകയുമല്ല ചെയ്യുന്നത്. പ്രത്യുത ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ്. പുത്രൻ എന്തായിരുന്നു അത് തന്നെയാണ് പിതാവ്. കേട്ടല്ലോ, പുത്രൻ എന്തായിരുന്നു അത് തന്നെയാണ് പിതാവ്. പിതാവ് എന്തായിരുന്നു അത് തന്നെയാണ് പുത്രൻ. പരിശുദ്ധാത്മാവ് എന്തായിരുന്നോ അത് തന്നെയാണ് പിതാവും പുത്രൻ. അപ്പം പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവും പിതാവ് ഇതാണ് സത്തായപരമായി നമ്മൾ പറയുന്നത്. ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. പിതാവ് എന്തായിരുന്നു അത് തന്നെയാണ് പുത്രൻ. പരിശുദ്ധാത്മാവ് എന്തായിരുന്നു അത് തന്നെയാണ് പിതാവും പുത്രൻ. അതായത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ്. 3 വ്യക്തികൾ ലിസൺ ഓരോരുത്തരും. ബ്രോ അതിന്റെ മുന്നിലത്തെ സെന്റൻസ് കൂടെ ഒന്ന് വായിക്കാമോ? നിങ്ങളിപ്പോ വായിച്ച ഈ അത് പിതാവ് ഞാൻ ഫുള്ള് വായിക്കാം. തന്നെയാണ് പുത്രൻ, അതുകൂടെ ആ ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? അപ്പം ഞാൻ അത് ആദ്യം തൊട്ട് ഒന്നുകൂടെ വായിക്കാം. നൃത്തം പറഞ്ഞാൽ മതി. 253 ത്രിത്വം ഏകമാവുന്നു. നമ്മൾ വിശ്വസിക്കുന്ന 3 ദൈവങ്ങളിലല്ല, 3 വ്യക്തികളായ ഏക ദൈവത്തിൽ ഏക സത്യയോട് കൂടിയ ത്രിത്വത്തിലാണ്. 3 വ്യക്തികളും കൂടിയ ഒരു ദൈവിക സത്യയെ വിഭജിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. പ്രത്യുത ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ്. പുത്രൻ എന്തായിരിക്കുന്നു അവിടെ ഒന്ന് അത് നിർത്താമോ? അവിടെ തന്നെയാണ് ഒന്ന് പിതാവ്. നിർത്താമോ? ആ ആ സെന്റൻസ് ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പൊ പറഞ്ഞ ഈ 3 പറയാം. വ്യക്തികളും. പുത്രത്തിലെ ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇത് ഈ സെന്റൻസ് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനും സിഫിയും ഇവിടെ ഇരിക്കുന്ന ആ ഏതാ പറയുക മെട്രിക്സും മനുഷ്യരാണ്. അപ്പൊ ഒരേ സത്തയിലുള്ള 3 മനുഷ്യർ എന്നുള്ള ഒരു അവസ്ഥയിൽ വരും. എന്ന് വെച്ചാൽ അതൊരു വലിയ ഹെരസിയാണ്. 3 ദൈവങ്ങൾ ഒരേ ഗണത്തിലുള്ള 3 പേരും ദൈവമാണ്, പക്ഷെ 3 വ്യക്തികളാണ് എന്ന് ഉള്ള ഒരു അവസ്ഥ വരും. അപ്പൊ 3 ദൈവങ്ങളാവും. നമ്മൾ ആ സെന്റൻസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് അടുത്ത സ്റ്റേജിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രത്യേക ജീവിതത്തിൽ ഓരോ പൂർണ്ണമായും മുഴുവനായും ദൈവമാണെന്ന് എടുത്തു കഴിഞ്ഞാൽ 3 ദൈവങ്ങൾ. ഹിന്ദുക്കൾക്കൊക്കെ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നൊക്കെ പറയുന്ന പോലെ സ്വതന്ത്രമായ 3 ഒരേ ഗണത്തിൽപ്പെടുന്ന ദൈവിക ഗണത്തിൽപ്പെടുന്ന 3 ദൈവങ്ങളാവും. അങ്ങനെയല്ല സഭ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് അടുത്ത സെന്റൻസ്, പുത്രൻ എന്തായാലും അതു തന്നെയാണ് പിതാവ്. എന്നാൽ പുത്രൻ തന്നെയാണ് പിതാവ് എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. പിതാവ് എന്തായിരിക്കും അത് തന്നെയാണ് പുത്രൻ. പരിശുദ്ധാത്മാവ് എന്തായിരിക്കും അത് തന്നെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഈ രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ധ്യാനിച്ചെങ്കിൽ മാത്രമേ ട്രിനിറ്റി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതിന്റെ താഴെ 254 നേരെ തിരിച്ചു പറയുന്നു. ധ്യാനിച്ചപ്പോഴാണോ യേശുവാണ് പിതാവെന്ന് കിട്ടിയത്? നീ ഒന്ന് പോടോ. നീ ആരാ? നീ കത്തോലിക്ക സഭയെ പഠിപ്പിക്കാൻ നീ വളർന്നിട്ടില്ല. ഇപ്പൊ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തന്തയ്ക്ക് വിളിക്കുന്ന നീ ഒന്നും ഉണ്ടാവില്ല. നിന്നോട് മെട്രിക്സ് നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. അത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ വ്യത്യസ്തതയാണല്ലോ. അത് പോട്ടെ. ഡിസംബർ അല്ലല്ല, ട്രിനിറ്റി ശരിയായ വിധത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഇത് ഈ വിഷയത്തിൽ ഒത്തിരി പറയാനുണ്ട്. പിതാവെന്ന് ജനിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസം പറയുമ്പോൾ മിണ്ടായിരിക്കണം ജോണെ. നാണം കെട്ടവര് കത്തോലിക്ക സഭയിലേക്ക് ഉള്ളിൽ കയറിയിരിക്കുന്ന യൂത പിശാചെ, ഈ പെന്തക്കോസ്ത് പിശാചിനെ അങ്ങനൊന്നും പറയണ്ട. അങ്ങനെ പോകാതെ നമ്മളിപ്പോ അത് അവൻ പിന്നെ ഇടയ്ക്ക് ഞാൻ അവനോട് സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവിൽ നിന്ന് ജനിച്ചവനാണ് യേശുക്രിസ്തു. പിതാവിൽ നിന്ന്. അത്രേ ഉള്ളൂ. പിതാവിൽ നിന്ന് ജനിച്ചത് യേശുക്രിസ്തു അല്ല എന്റെ സഹോദര. അവിടെ ഇരുന്നിട്ട് പിതാവിൽ നിന്ന് ജനിച്ചത് യേശുക്രിസ്തു അല്ല. പിതാവിൽ നിന്ന് ജനിച്ചത് ലോഗോസ് ആണ്.
വചനമാണ് ജനിച്ചത്. യേശുക്രിസ്തു ജനിക്കുന്നത് ആ പരിശുദ്ധ കന്യാമറിയത്തിൽ ആ നിന്നാണ്. ലോഗോ അത് ഡിസംബർ ആ ലോഗോസ് തന്നെ അത് യേശു ക്രിസ്തു. ജനിച്ചത് അത് എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിക്കുന്നത്. യഥാർത്ഥ ഇതിൽ ജനറേറ്റഡ് എന്നാ പറയുന്നത്. പുറപ്പെട്ടു എന്ന വാക്കാണ് അത് ഉപയോഗിക്കുന്നത്. ഡിസംബർ അത് ആ അർത്ഥത്തിന്റെ ജനറേഷൻ എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് അനാദികാലം മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു അത് എന്നല്ലേ മലയാളം നമ്മൾ ഡിസംബർ മാസത്തിൽ പറയുന്നത്. ട്രാൻസ്ലേഷനിലാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷനിൽ ജനറേറ്റഡ് എന്നാണ്, അല്ല അത് ജനിച്ചവൻ എന്നുള്ള ബിഗോട്ടൻ എന്നുള്ള അർത്ഥത്തിലല്ല. വാക്കാണ് മണ്ട. ഒരു ബിഗോട്ടൻ. മിനിറ്റ്. ഓ മാട്രിക്സ് അങ്ങനെ പോകണ്ട. ഈവൻ അല്ല എടാ മണ്ട, എടാ എടാ ഹെറസി. പെന്തക്കോസുകാരെ ഇതൊക്കെ ചവിട്ടി നിങ്ങൾ അങ്ങനെ പുറത്താക്കിയിരിക്കുന്ന മ്യൂട്ട് ചെയ്യാതെ. അത് പുറമ്പോക്ക് ജോണ്ടി കേട്ടോണ്ടിരിക്കാൻ നാണമില്ലാത്തവരെ. ഒരു മിനിറ്റ് യേശുവിനെ രണ്ടുപേരും മ്യൂട്ട് അഭിഷേകം ചെയ്ത് നീ കാണിച്ചിട്ട് എന്നെ മണ്ടത്തരം പറയും. നിനക്ക് എന്താ ബീറോ ഉള്ളത്? നീ എന്നെ രണ്ടുപേരും പറയാനായിട്ടില്ല. മ്യൂട്ട് ചെയ്തേ പ്ലീസ്. പുറമ്പോക്കെ രണ്ടുപേരും പെന്തക്കോസ് മ്യൂട്ട് ചെയ്തേ. പുറമ്പോക്കെ ബെഞ്ചി ഒരു ബെഞ്ചി മിനിറ്റ് ഇതാ, മ്യൂട്ട് ചെയ്തേ ബെഞ്ചി ഡിസംബർ. നമ്മൾ ആശുപത്രിയെ ബെഞ്ചി പറയുമ്പോൾ മണ്ടാന്ന് ബെഞ്ചി വിളിക്കുന്നത്. പറയുമ്പോ ഇവന് എന്തെങ്കിലും പറയുന്നത് വിളിച്ചോണ്ട് ഇവനെ വിശ്വസിക്കാം. നിൽക്കുമോ? പെന്തക്കോസുകാരാണെന്ന് ബെഞ്ചി പറഞ്ഞ് പറയുന്നത് നാണമില്ലാത്തവൻ. വിശ്വസിക്കാം. ബെഞ്ചി പറയുന്നതിനെ രണ്ടുപേരും ഒന്ന് വിശ്വസിക്കാം. മ്യൂട്ട് ബെഞ്ചി ചെയ്തേ. നീ പറ. നീ ഈ ബെഞ്ചി ആരും നീ വിശ്വസിക്കണ്ട. നീ ഇത്രയും കാലം ബെഞ്ച് പറഞ്ഞിട്ട് നീ ഇപ്പോഴും മണ്ട, പെന്തക്കോസ് നീ സഭയാണെന്ന് അവിടെ പറഞ്ഞ് നടക്കുന്നതല്ലേ? എഴുതിരിക്കുന്ന വായിച്ചപ്പോൾ ഞാനാണ് മ്യൂട്ട് അല്ല ചെയ്തത്. പെന്തക്കോസ് എന്നെ മ്യൂട്ട് ചെയ്താൽ പെന്തക്കോസ് ആണെന്ന് പറഞ്ഞ് ഇവരെ എന്തിനാ ഇവിടെ വെച്ചേക്കുന്നത്? നീ നേർപ്പൂർത്തിയായിട്ട് കണ്ണുകൊണ്ടായിരിക്കാൻ വെച്ചേക്കുന്നതാണ് ഈ ചർച്ച ചെയ്യാണ് ഇവിടെ. യേശുയുടെ ഡിസംബർ തന്തയില്ലാന്നൊക്കെ മ്യൂട്ട് ചെയ്തേ. വിളിച്ചിട്ട് അവന്റെ നട്ടല് നോക്ക്. നീ നിങ്ങള് പോടാ യേശു വിളിച്ചോണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്ന് പറഞ്ഞ് രണ്ടാമത് തന്തയില്ലാത്തതും നാട്ടുകാരെ വിളിക്കുന്നവനാണ് ഇവിടെ വർത്താനം പറഞ്ഞു വരുന്നത്. എന്താ ഇത്? നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്തേ. ഒരു കാര്യം സംസാരിക്കാനാണ്. സംസാരിക്കട്ടെ. ഇപ്പൊ ഡിസം ബ്രദർ തന്നെ പറഞ്ഞു മലയാളത്തിൽ അത് വ്യത്യസ്തമാണ്. നമ്മളത് ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിലും ഞാൻ വായിക്കുമ്പോൾ 253 വായിക്കുമ്പോൾ വൺ ഡിവിനിറ്റി എമംഗ് ദംസെൽസ് ബട്ട് ഈച്ച് ഓഫ് ദം ഈസ് ഗോഡ് ഹോൾ ആൻഡ് എൻഡയർ. അങ്ങനെയാണ് അത് ആ സെന്റൻസ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലാക്കുന്നത് ഞാൻ ഡിസം ബ്രദർ പറഞ്ഞ പോലെ അല്ല ഞാൻ മനസ്സിലാക്കുന്നത് ആ സെന്റൻസ് വായിച്ചിട്ട്. ശരിയവരെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരു വലിയ ഹെരസിയാണ് വിശ്വസിക്കുന്നത്. കാരണം മുക്കൂട്ട് ഈ മുക്കൂട്ട് ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയും ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഏകദൈവം എന്നുള്ളൊരു ട്രിനിറ്റേറിയൻ കൺസെപ്റ്റ് വരും. ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതല്ല. കാരണം ഇപ്പം അതാണ് ഷിബു പീഡിക്ക് പറഞ്ഞ ട്രിനിറ്റി. അന്ന് ഷിബുവിനെ ഞാൻ തുറന്നു കാണിച്ചതാണ്. എന്താണ് ചാന്തും വെള്ളവും സിമെന്റും കൂടെ ഇട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അതൊരു ദൈവമായെന്ന് പറയുന്ന പോലെ പരിശുദ്ധാത്മാവിനെയും കുറച്ച് വചനത്തെയും കുറച്ച് പിതാവായ ദൈവത്തെയും കൂടെ ഇളക്കി കഴിഞ്ഞാൽ ഒരു ദൈവമായെന്ന് പറഞ്ഞ പോലെ. അങ്ങനെയല്ല ഇത്. ദൈവത്തിന്റെ തർക്കിക്കാൻ വേണ്ടിയല്ല ഡിസം ബ്രദറെ. ഞാൻ നിങ്ങൾ കോട്ട് ചെയ്ത വചനമാണ് ഞാൻ താങ്കൾ മനസ്സിലാക്കിയത് ശരിയായ അർത്ഥത്തിലല്ല. അതുകൊണ്ടാണ്. ആയിക്കോട്ടെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചോട്ടെ. ഞാൻ ഇവിടെ എല്ലാവർക്കും നാണമില്ലാത്തവൻ എന്നെ മണ്ടാന്ന് വിളിക്കാൻ നിന്റെ വീട്ടുകാരെ നിന്റെ കുടുംബക്കാരെ വിളിച്ചാൽ നിന്നെ ജനിപ്പിച്ചവനെ നീ പോയി വിളിച്ചാൽ മതി. എന്നെ വിളിക്കാൻ ഇങ്ങോട്ട് അറിയണം. ഡിസം ബ്രദറെ ഇനി മാട്രിക്സെ മോശമായ വാക്കുകൾ ഇടപെടരുത്. വെറുതെ ഉപയോഗിക്കരുത്. ഒരു കാത്തലിക് നിങ്ങളിത് വായിക്കേണ്ട. CCC ആണ് അദ്ദേഹം ഉദ്ധരിച്ചത്. ഞാൻ CCC നിങ്ങൾ വായിച്ചോ. നൈസിൻ ക്രീഡ് ഇങ്ങനെ പറയണേ, അതായത് സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തതുമായ ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ഇവിടെ ഇരുത്തും എന്നെ എടുത്ത് താഴ്ത്തുകയും ചെയ്യും. നിങ്ങൾ ഇവന്റെ മൂന്ന് താങ്ങി നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യൂ. പ്ലീസ്. എന്നെ പലതവണ ആശയപരമായി സംസാരിക്കും മണ്ടാന്ന് വിളിച്ചു. അപ്പൊ എന്നെ നിങ്ങൾ എടുത്ത് താഴ്ത്തിട്ടു. നക്കിക്കോ, ഇവനെ ശരിക്കും നക്കിക്കോ. ടിസൺ ബ്രദറെ മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. നമുക്ക് സംസാരിച്ചു പോവാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമില്ലേ ഇരിക്കണ്ട. സംസാരിക്കാമെങ്കിൽ സംസാരിക്കാം, അത്ര തന്നെ. ഓക്കെ, ജെ കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല ഞാൻ ഒരു മിനിറ്റ്. ബെഞ്ചി എന്തോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, നമ്മള് വാക്കുകൾ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചു. വളരെ മോശമായ ഒരു പദപ്രയോഗം ഇപ്പം ഡിസം ബ്രദർ നടത്തി.
ഭൂമിയിൽ തന്തയില്ലാത്തവൻ ഒരുത്തനുള്ളൂ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ മനുഷ്യരെ കൊണ്ട് പറ്റത്തില്ല. അത് കത്തോലിക്കരാന്നുള്ള നിലയിൽ പറയുമ്പോൾ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. അതിനെ പിന്നെ ന്യായീകരിച്ച് അങ്ങ് മെഴുകേണ്ട ആവശ്യമൊന്നുമില്ല. വാക്ക് തെറ്റായിട്ട് പറഞ്ഞെങ്കിൽ ആ വാക്ക് തിരുത്തുക എന്നുള്ളത് മര്യാദ എന്ന് പറഞ്ഞാൽ, അല്ലാതെ പിന്നെ പിന്നെ ഇരുന്ന് മെഴുകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ഉള്ളിലും സംസാരിക്കാൻ എനിക്ക് അവസരം തരികയാണ്. എനിക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഫീൽ സംസാരിക്കാൻ ചെയ്തു. അവസരം തരികയാണ് ചെയ്തത്. ഫീൽ ചെയ്തു. എല്ലാരോടും ഭയങ്കര നിൽക്കാതെ മോശമായിട്ടാ പുള്ളി സീറ്റാന് അയാളാ പാസുണ്ടോ പറയുമ്പോ സീറ്റാനെ ഉണ്ടായില്ല. നോക്കെ, നമ്മളിവിടെ തർക്കിക്കാനല്ല. ഇത് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ ഈ കള്ള പെന്തോളല്ല, ഞാനും ഷിബിയും കൂടെ സംസാരിക്കും. നിങ്ങൾ എന്തിനാ ഇതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റും? നിങ്ങൾ പെന്തക്കോസുകാരല്ലേ, കത്തോലിക്ക സഭ കൾട്ടാണെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ. ഒന്ന് പറയട്ടെ, ടീച്ചർ ബ്രദർ പറഞ്ഞു പറയാനുള്ളത്. ഇത് ഹോളി ട്രിനിറ്റിയെ കുറിച്ച് പരിശുദ്ധാത്മാവിന്റെ അഗാധമായ കൃപയുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഡി ബ്രദർ കത്തോലിക്കനാണ്. അയാൾക്ക് വിവരം ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത് അയാൾക്ക് എന്നെ ഉപദേശിക്കാനുള്ളൂ. അയാൾ പറയുന്നത് സംസാരിക്കും. ഞാനിവിടെ വളരെ വളരെ എക്സ്ട്രീം ഡീപ്പായ തിയോളജിക്കൽ വ്യൂ പോയിന്റില് പെന്തക്കോസുകാര് നാട്ടുകാരെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ തന്നെയാണ് വിളിക്കുന്നത് എന്നുള്ള ഒരു അവബോധം അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സംസാരിച്ചത്. അല്ലാതെ ഇവിടെ ഒരു തിയോളജിക്കൽ ഡിസ്കഷൻ വായ എടുത്താൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തന്തയ്ക്ക് വിളിയാണ് ഇമാരുടെ ഏറ്റവും വലിയ ഒരു മിനിറ്റ്. അതായത് ഡീപ് തിയോളജി ഒക്കെ പറയുന്നത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും മിതത്വത്തിലൊക്കെ, പ്രത്യേകിച്ച് ദൈവത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ, ലോകത്തെ തന്തയില്ലാത്ത ഒരുത്തനെ ഉള്ളൂ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അതൊന്നും കേട്ടോണ്ട് മനുഷ്യർക്ക് ക്രിസ്ത്യാനിക്ക് ഇരിക്കാൻ പറ്റില്ല. എന്റെ തന്ത എന്ന് പറഞ്ഞാൽ എന്റെ അപ്പൻ, അത്രേ ഉള്ളൂ. അല്ല അങ്ങനെയല്ല. അതാ നമ്മൾ പറയുമ്പോൾ, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ഇങ്ങനത്തെ എന്നെ സംബന്ധിച്ചോളം എന്റെ യേശുക്രിസ്തുവിന് ഭൂമിയിൽ മനുഷ്യനായിട്ട് ഒരു അപ്പനില്ല. എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണല്ലോ അത്. അതിനെതിരെ ഞാൻ അതേ പറഞ്ഞല്ലോ. അപ്പം ഒരാളെ ഭൂമിയിലുള്ള ഒരാളെ ഈ തന്തയ്ക്ക് പറയുമ്പോ അപ്പനില്ലാത്തവെന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വിളി ചെന്ന് കൊള്ളുന്നത് സത്യസന്ധമായിട്ടാണെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ കൊള്ളുന്നു. അല്ല, അതൊക്കെ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അനാവശ്യമായിട്ട് ബ്രദറെ. അതൊക്കെ വേണ്ടാധീനമാണ്. വേണ്ടാധീനം പറയാതിരിക്കാൻ ശ്രമിക്കണം എപ്പോഴും. നമ്മൾ ഈ പറഞ്ഞു പിന്നെ അപ്പന്റെ തലക്ക് കയറി ചോരം പഠിക്കാന്ന് പറയും, മനസ്സിലായി? അങ്ങനത്തെ പണി പറയല്ലേ, അങ്ങനത്തെ വർത്താനം പറയും. നമ്മൾ വളരെ മിതത്തോട്, പ്രത്യേകിച്ച് ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ മിതത്തോട് വേണം പറയാനായിട്ട്. ഞാൻ അവിടെ ദൈവത്തെ ഒഫൻഡൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. കാരണം യേശുക്രിസ്തുവിന് ഭൂമിയിൽ ഒരു അപ്പനില്ലാതെ ജനിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു. അത് പറയുന്നതിന് അതാണ് യേശുക്രിസ്തു. അങ്ങനെ പറയുന്നതിനൊന്നും ഇത് യുണൈറ്റഡ് അത് തന്നെ മാത്രമല്ല, അത് ഇവിടെ ബൈബിളില് ലൂക്കയുടെ പിതാവില്ല, അവയ്ക്കുമില്ല. അപ്പൊ അതുകൊണ്ട് ആള് പറഞ്ഞു കളിക്കാൻ നോക്കുക. ഞാനിത് കേട്ടപ്പോഴാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാൻ എനിക്ക് ആദ്യം തോന്നിയത്. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് എന്നാ നടന്നത് എനിക്ക് അറിയില്ല.